ഹായ് ഹലോ, ഞാനൊരു കൊച്ചു കൃഷി കാണിച്ചു തരാവേ. ഞാനിപ്പോൾ തിരുവല്ലയിലെ വള്ളംകുളത്തെ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്തെ ചെറിയൊരു ഭാഗത്ത്, അപ്പുറം സൈഡിലോട്ടൊന്നും കാണിക്കുന്നില്ല, അത് കാണിക്കാനുള്ള പെർമിഷൻ ഇല്ല. അമ്മ വല്ലതും പറയും, ഷൂട്ടെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ. പിന്നെ ചേമ്പാണ് ഇത് വെച്ചിരിക്കുന്നത്, കണ്ടോ. ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ എന്ത് സാധനം, അതിൻ്റെ ഇടയിൽ ഇഞ്ചിയുണ്ട്, കുറേയിടത്ത് ഇഞ്ചിയും ഒക്കെയുണ്ട്, കപ്പയുണ്ട്. ഇവിടെ എന്ത് സാധനം കൊണ്ടിട്ടാലും വളം ഇട്ടില്ലെങ്കിലും നന്നായിട്ട് ഇളകും. അതേസമയം ഞങ്ങളുടെ സ്ഥലത്തെ കായംകുളത്ത് എന്ത് സാധനം കൊണ്ട് വെച്ചാലും എന്നാ വളം ഇട്ട് കഴിഞ്ഞാലും ഒന്നും പിടിക്കുകയില്ല, ഭയങ്കര പാടാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ആരെയും നിർത്തിയിട്ടൊന്നും ചെയ്യുന്നതല്ല. അച്ഛൻ ഇതുപോലെ രാവിലെ കുറച്ച് സമയത്ത് എന്തെങ്കിലുമൊക്കെ തൂമ്പായും ഒക്കെ വെച്ച് കിളച്ച് നടുന്നതാണ്. ഇത് വീട്ടിലോട്ട് കയറുന്നതിൻ്റെ സൈഡിൽ ചെറിയൊരു ഭാഗത്ത് ചെയ്ത, അപ്പുറത്തെ സൈഡിൽ കപ്പയും ഒക്കെയുണ്ട് കൃഷി. നമുക്ക് ഇവിടെ ആണെങ്കിൽ പച്ചക്കറി സാധനം വാങ്ങിക്കണ്ട. ഇവർ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കിഴങ്ങും ഒക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നുള്ളൂ. അല്ലാതെ ബാക്കി സാധനങ്ങളെല്ലാം ഇവിടെ കൃഷിയാണ്. ഇപ്പോൾ കുറേ കപ്പയൊക്കെ പറിച്ച് ഒരു മൂട്, ഞാനിപ്പോൾ ഇന്ന് വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഒരു മൂട് കപ്പ പറിച്ച, അധികം കാണുമെന്ന് കരുതിയില്ല. പക്ഷെ അത് എടുത്തു കഴിഞ്ഞപ്പം ഒരു മൂട്ടിലൊരു 10 കിലോ ഉണ്ട്. 10 കിലോ കപ്പയുണ്ടായിരുന്നു. ഒരു കിഴങ്ങ് മാത്രം തൂക്കി നോക്കിയപ്പോൾ ഏതാണ്ട് 3.5 കിലോ, അത്ര വലുത്. വാഴയും ഇത് കുറച്ചില്ല, അപ്പുറത്തുണ്ട് വേറെ കുറേ. ഞാനങ്ങ് ആലോചിക്കുക, ഇപ്രാവശ്യം ഇവിടെ അങ്ങ് കൃഷിയാക്കിയാലോ എന്ന്. കിഴക്ക് വശത്തൊക്കെ വസ്തു വെറുതെ കിടക്കുക. അപ്പോൾ ഇതേണ്ട ആ സൈഡെല്ലാം വെറുതെ കിടക്കുക, വെറുതെ ഒരു കൃഷിയില്ല. ഈ അടുത്തിടെ എല്ലാം വൃത്തിയാക്കിച്ചതാ, കാടെല്ലാം വെട്ടി, വീണ്ടും എല്ലാം കാടായി. ഇവിടെ എന്തിട്ട് കഴിഞ്ഞാലും നന്നായിട്ട് കിളക്കും. 10-24 വർഷം ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടുത്തേൻ്റെ ഒരു ഗുണമൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അന്നേരം ഞാൻ ആലോചിച്ചത്, ഇപ്പോൾ കവലേന്ന് വള്ളംകുളത്ത് നിന്ന് ഒരു 2 കിലോമീറ്ററും കൂടെ അകത്തോട്ട് മാറിയായിരുന്നു, നന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം അവിടെ. അന്ന് ഞാനിവിടെ നിൽക്കുന്ന സമയത്തൊന്നും എനിക്ക് ഇവിടെ അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കായംകുളത്ത് പോയി കഴിഞ്ഞപ്പോൾ റോഡ് സൈഡിലാണ്, കാർത്തിയപ്പള്ളി കായംകുളം റോഡ് സൈഡായി. എപ്പോഴും വണ്ടിയാണ്. രാത്രി നട്ടപ്പാതിരയ്ക്ക് പോലും കിടന്നുറങ്ങണ്ട, വണ്ടിയുടെ ഹൂണും അത്ര പുള്ളി. വണ്ടിയിൽ നിന്നൊക്കെ വെച്ചാൽ വീട്ടിൽ നിന്ന് റോഡിലോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് തെക്കോട്ടും വടക്കോട്ടും നോക്കണം. അത്ര എപ്പോഴും വണ്ടി വന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പോഴാണ് ഇവിടുത്തെ ഈ ഒരു നാടിൻ്റെ, എൻ്റെ വീടിൻ്റെ, ഞങ്ങളുടെ വസ്തുവിൻ്റെയൊക്കെ ഒരു സൗന്ദര്യം എനിക്ക് തോന്നി തുടങ്ങിയത്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമുക്കൊന്നിനും ഒരു